सर ने बोला कि उधर चलो पहली साइड निकालेंगे आपको, इसलिए हम। आप कितने लोग दे रहे? 70 लोग हैं। 17। वहाँ कोई डेंजर? कोई दिक्कत नहीं। दिक्कत नहीं। ठीक है सब लोग। आप ठीक है भैया? हाँ। कहाँ पे क्या हुआ था? കുഞ്ഞുങ്ങളുടെ ഭീതി പടർന്ന് അവർ ഈ അലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ മക്കളാണ്. वहाँ गया है? क्या था वहाँ? बारिश? അനുമോദ് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ തെരച്ചിലെന്നും മനസ്സിലാകുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ, ആളുകളെ ആരെയെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ആ ഒരു വീടിന്റെ മേൽക്കൂര ഒന്നാകെ ഇപ്പോൾ റോപ്പ് കെട്ടി, വടം കെട്ടി വലിച്ച് നീക്കി അതിനുള്ളിലേക്ക് തെരച്ചിൽ നടത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 3 തവണ ശ്രമിച്ചിട്ടാണ് ആ വീടിന്റെ മേൽക്കൂര ഇപ്പോൾ സൈന്യവും സന്നദ്ധ രക്ഷാപ്രവർത്തകരുമെല്ലാം ചേർന്ന് വലിച്ച് നീക്കിയിരിക്കുന്നത്. കാരണം അവിടെ മൃതദേഹങ്ങളുണ്ട് എന്ന വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാകും അത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടന്നിരിക്കുക. അതിനുള്ളിലേക്ക് ഈ മേൽക്കൂര മാത്രമാണ് പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴി. പക്ഷേ ആ മേൽക്കൂര വലിച്ചു നീക്കി, അത് തകര ഷീറ്റിന്റെ മേൽക്കൂരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊളിക്കുകയും ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ സാധ്യമായേക്കില്ല. അതുകൊണ്ട് അത് വലിച്ചു നീക്കി ഇപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ച് ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയ ഉദ്യമം, കൂട്ടായ പരിശ്രമം, ഒന്നിച്ച് ഒറ്റക്കെട്ടായി വടം വലിച്ച് നീക്കി മേൽക്കൂര നീക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള നടപടിയാകണം ഉണ്ടാവുക. അതിൻ്റെ ദൃശ്യങ്ങൾ, ഇത് ഈ ഒരു വീട് മാത്രമല്ല, ഇവിടെ ഒട്ടേറെ ഇടങ്ങളിൽ ഇതുപോലെ വീടുകൾ പകുതി തകർന്നും മുഴുവൻ തകർന്നുമൊക്കെ ഉണ്ട്. അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തകരെത്തി അവർക്ക് സംശയം തോന്നിയ ഇടങ്ങൾ മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ ഇടങ്ങളിലാണ് ആദ്യത്തെ പരിശോധന നടക്കുക. ഇപ്പോൾ ആദ്യം നടക്കുന്ന പരിശോധനയും അത്തരത്തിലൊരു സ്ഥലത്താണ്. നേരത്തെ ഒരു മൃതദേഹം അവിടെ നിന്നും പുറത്തേക്ക് എടുത്തിരുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവിടം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്. എന്താണെങ്കിലും കെട്ടിടത്തിൻ്റെ മേൽക്കൂര നീക്കി ഇപ്പോൾ സൈനികരും മറ്റ് പ്രവർത്തകരും ആ കെട്ടിടത്തിനുള്ളിലേക്ക്, വീടിനുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര മൃതദേഹങ്ങളുണ്ട് അവിടെ എന്നറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള തെരച്ചിലുകളാണ് ഇവിടെ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വീടിനുള്ളിൽ ദുഷ്കരമായ സാഹചര്യമാണ് അവിടേക്ക് എത്തുന്നത്. ആ വീടിനുള്ളിൽ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരു ധാരണ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ